നക്ഷത്രമണ്ഡലത്തിലെ വിസ്മയമായ പുണർദം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസം ഒരു തിരിച്ചുപിടിക്കലിന്റെയും പുനർജന്മത്തിന്റെയും കാലഘട്ടമാണ്. ആകാശത്തെ നക്ഷത്രങ്ങളിൽ വില്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന പുണർദം വിജയത്തിലേക്കുള്ള ലക്ഷ്യബോധത്തിന്റെ പ്രതീകമാണ്. പുനർവസു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വീണ്ടും വെളിച്ചം ലഭിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഐശ്വര്യം തിരികെ ലഭിക്കുക എന്നാണ്. ആ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്ന നിമിഷങ്ങളാണ് 2026 ഫെബ്രുവരിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്കും അധ്വാനിച്ചിട്ടും ബലം ലഭിക്കാത്ത അവസ്ഥയ്ക്കും ഒരു വിരാമമിടാൻ ഈ മാസത്തിന് സാധിക്കും. ഇരുളടങ്ങിയ പാതയിൽ എവിടെ നിന്നോ ഒരു മിന്നാമിന്നി വെട്ടം പോലെ ഒരു വഴി തെളിഞ്ഞു വരുന്നത് നിങ്ങൾ ഈ മാസം അനുഭവിക്കും. അത് നിങ്ങളുടെ തൊഴിൽ മേഖലയിലാകാം, സാമ്പത്തിക രംഗത്താകാം, അതുമല്ലെങ്കിൽ വർഷങ്ങളായി നിങ്ങൾ കൊതിക്കുന്ന ഒരു കുടുംബ സന്തോഷത്തിലാകാം. പുണർദം നക്ഷത്രക്കാർ പൊതുവെ സമാധാനപ്രിയരും ആദർശ ശുദ്ധിയുള്ളവരുമാണ്. ദേവഗുരുവായ വ്യാഴത്തിന്റെ സ്വാധീനം നിങ്ങളിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നതും എല്ലാവരെയും സഹായിക്കാൻ ഓടി നടക്കുന്നതും നിങ്ങളെ ചിലപ്പോഴൊക്കെ വലിയ ചതിക്കുഴികളിൽ വീഴ്ത്തിയിട്ടുണ്ടാകാം. എന്നാൽ 2026 ഫെബ്രുവരിയിൽ നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറും. പഴയ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ പക്വതയോടെയും ആത്മവിശ്വാസത്തോടെയും ലോകത്തെ നേരിടാൻ നിങ്ങൾ സജ്ജരാകുന്ന മാസമാണിത്. ഈ മാസം പ്രകൃതി പോലും നിങ്ങളെ സഹായിക്കാൻ ഒരുങ്ങുകയാണ്. നിങ്ങളുടെ വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട അമ്പ് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കുന്നത് പോലെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടപ്പിലാക്കാൻ സാധിക്കും. പരാജയങ്ങളിൽ തളരാതെ വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനുള്ള നിങ്ങളുടെ കരുത്ത് ലോകം തിരിച്ചറിയപ്പെടും. ഒരു പക്ഷേ നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ തന്നെ കഴിവുകളെ വീണ്ടും കണ്ടെത്താനുള്ള ഒരു യാത്ര കൂടിയാണിത്. കുടുംബ ബന്ധങ്ങളിലെ ഇഴയടുപ്പം വർദ്ധിക്കുന്നതും സാമ്പത്തികമായ അനിശ്ചിതത്വങ്ങൾ മാറി സുരക്ഷിതത്വം അനുഭവപ്പെടുന്നതും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. വരാനിരിക്കുന്ന വലിയ നേട്ടങ്ങളുടെ ഒരു മുന്നോടിയായി വേണം ഈ ഫെബ്രുവരിയെ കാണാൻ. ഭാഗ്യം നിങ്ങളുടെ വാതിലിൽ മുട്ടുന്ന സമയം കൂടിയാണിത്. എന്നാൽ ആ ഭാഗ്യത്തെ വെറുതെ കാത്തിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് കഠിനാധ്വാനവും കൃത്യമായ പ്ലാനിങ്ങും ചേർത്ത് വെച്ച് അതിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് വേണ്ടത്. തളർച്ചയിൽ നിന്ന് തുടങ്ങണമെന്ന വാചകം പുണർദം നക്ഷത്രക്കാർക്ക് ഈ മാസം ഏറെ പ്രസക്തമാണ്. ആരെങ്കിലും നിങ്ങളെ തഴഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾ അവഗണന നേരിട്ടിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം തലയുയർത്തി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മീയമായ ഒരു ഉണർവ് നിങ്ങളിൽ ഉണ്ടാവുകയും അത് നിങ്ങളുടെ തീരുമാനങ്ങളെ കൂടുതൽ വ്യക്തതയുള്ളതാക്കുകയും ചെയ്യും. ഈ മാസം നിങ്ങളെ തേടിയെത്തുന്ന ഓരോ മാറ്റവും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യത്തിന്റെ തുടക്കമായിരിക്കും. അത് പുതിയൊരു ജോലിയാകാം, ഒരു വീടെന്ന സ്വപ്നമാകാം, അല്ലെങ്കിൽ വർഷങ്ങളായി മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമാകാം. ഏതായാലും ശരി, പുണർദം നക്ഷത്രക്കാർക്ക് 2026 ഫെബ്രുവരി ഒരു സുവർണ അധ്യായത്തിന്റെ തുടക്കമാണ്. നമുക്ക് ഈ മാസത്തെ നേട്ടങ്ങൾ, തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആത്മീയത തുടങ്ങിയ മേഖലകളെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. ഈ പ്രവചനം നിങ്ങളുടെ വരാനിരിക്കുന്ന ദിവസങ്ങളെ കൂടുതൽ കരുതലോടെയും സന്തോഷത്തോടെയും നേരിടാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജോലി സ്ഥലത്തോ സാമൂഹിക മണ്ഡലത്തിലോ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കും. പദവികൾ ഉയരാനും ആദരിക്കപ്പെടാനും സാധ്യതയുണ്ട്. വിവാഹം, വീട് നിർമ്മാണം, വിദേശയാത്ര എന്നിവയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന തടസ്സങ്ങൾ അത്ഭുതകരമായ രീതിയിൽ മാറിവരും. മുൻപ് കൈവിട്ടുപോയ ചില അവസരങ്ങളോ സാമ്പത്തികമായ ലാഭങ്ങളോ ഈ മാസം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി 2ാം വാരം മുതൽ അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് സാധ്യതയുള്ള മാസമാണിത്. പുണർദം നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളാണെങ്കിലും പലപ്പോഴും അർഹിച്ച ബലം വൈകിയാണ് ലഭിക്കാറുള്ളത്. എന്നാൽ ഫെബ്രുവരിയിൽ സ്ഥിതി മാറും. സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ശമ്പള വർധനവിനോടൊപ്പം ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും. പദവി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ സ്ഥലമാറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് ലാഭം വർദ്ധിക്കുന്ന കാലമാണ്. പുതിയ പങ്കാളികളെ ബിസിനസ്സിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. ടെക്സ്റ്റൈൽ, സ്വർണം, കൃഷി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് ഇരട്ടി ലാഭം പ്രതീക്ഷിക്കാം. എഴുത്തുകാർക്കും കലാകാരന്മാർക്കും തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ മികച്ച അവസരങ്ങൾ ലഭിക്കും. പുതിയ പ്രോജക്റ്റുകളിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിസ നടപടികൾ വേഗത്തിലാകും. ഇതിനകം വിദേശത്തുള്ളവർക്ക് അവിടെ സ്ഥിരതാമസത്തിനുള്ള അനുമതികൾ ഈ മാസം ലഭിക്കാൻ വഴിയൊരുങ്ങും. സാമ്പത്തികമായി നോക്കിയാൽ 2026 ഫെബ്രുവരി നിങ്ങൾക്ക് മിശ്രഫലമാണ് നൽകുന്നത്. വരുമാനം വർദ്ധിക്കുമെങ്കിലും ചെലവുകളുടെ കാര്യത്തിൽ നിയന്ത്രണം ആവശ്യമാണ്. ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം കൈവശം വന്നു ചേരും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. കുടിശ്ശികയായി കിടന്നിരുന്ന തുകകൾ തിരികെ ലഭിക്കും. ഓഹരി വിപണിയിലോ വസ്തുവകകളിലോ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. മാസത്തിന്റെ പകുതിയോടെ ഭൂമി വാങ്ങാനോ വിൽക്കാനോ ഉള്ള കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കും. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി പണം ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനായി വലിയൊരു തുക നീക്കിവെക്കും. എന്നാൽ അനാവശ്യമായ ദൂർത്തൊഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നത് വലിയൊരു ആശ്വാസമാകും. പുതിയ വായ്പകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് അത് വേഗത്തിൽ അനുവദിച്ചു കിട്ടും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന മാസമാണിത്. പുണർദം നക്ഷത്രക്കാരുടെ കുടുംബത്തോടുള്ള സ്നേഹം ഈ മാസം കൂടുതൽ പ്രകടമാകും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും മാറി പരസ്പര വിശ്വാസം വർദ്ധിക്കും. പങ്കാളിയുടെ പേരിൽ സ്വത്തുക്കൾ വാങ്ങാനോ
പുതിയ ബിസിനസ് തുടങ്ങാനോ സാധ്യതയുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. മക്കളുടെ പഠനത്തിലോ കരിയറിലോ വലിയ പുരോഗതി ഉണ്ടാകും. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ആലോചനകൾ വരും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബത്തോടൊപ്പം വിനോദയാത്രകളോ തീർത്ഥാടനങ്ങളോ നടത്താൻ സാധിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സമയമാണിത്. മനസ്സിന്റെ ശാന്തിക്ക് ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും. നിത്യേനയുള്ള പ്രാർത്ഥനകൾ മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇഷ്ടദേവതാ ഭജനം വഴി വലിയ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ക്ഷേത്ര ദർശനങ്ങൾക്കും അവസരം ലഭിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ സംതൃപ്തി ലഭിക്കും. അശരണർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്നത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കും. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് ഗുണകരമാകും. ആരോഗ്യകാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഈ മാസം കാണുന്നില്ല. എങ്കിലും ചില മുൻകരുതലുകൾ അത്യാവശ്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അലർജിയോ വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിൽ മിതത്വം പാലിക്കുക. ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അമിതമായ ജോലിഭാരം മൂലം മാനസികമായ തളർച്ച തോന്നാം. ആവശ്യത്തിന് വിശ്രമം എടുക്കാൻ മറക്കരുത്. വിദ്യാർത്ഥികൾക്ക് മികച്ച മാസമാണിത്. ഏകാഗ്രതയോടെ പഠിക്കാൻ സാധിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ നടപടികൾ എളുപ്പത്തിലാകും. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അഭിമുഖങ്ങളിൽ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ കഴിയും. സംസാരിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കണം. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കണം. ലഭിക്കുന്ന അവസരങ്ങൾ അലസത മൂലം കൈവിട്ടു പോകാതെ നോക്കണം. കൃത്യസമയത്ത് തീരുമാനങ്ങൾ എടുക്കുക. പുണർദം നക്ഷത്രക്കാർക്ക് ബുധൻ, ശുക്രൻ, ചന്ദ്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് പ്രധാനമാണ്. ജന്മനാ ഉള്ള വ്യാഴദശയുടെ പ്രാരംഭഘട്ടത്തിൽ രോഗാവസ്ഥ, പ്രതിസന്ധികൾ തുടങ്ങിയവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ദോഷങ്ങളെ ലഘൂകരിക്കുന്നതിന് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പുണർദം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. പൗർണമി ദിനത്തിൽ മഹാദേവനെ വണങ്ങുന്നത് ഉത്തമ ഫലങ്ങൾ നൽകും. തമിഴ്നാട്ടിലെ വെല്ലൂരിലുള്ള വാണിയമ്പാടിയിലെ അത്തീശ്വരർ ക്ഷേത്രവും പത്തനംതിട്ടയിലെ തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രവും പുണർദം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇവിടങ്ങളിൽ ദർശനം നടത്തുന്നത് ദോഷപരിഹാരങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനവും നടത്തുക. വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് പുണർദം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. അമാവാസി ദിനത്തിൽ ഉപവസിച്ച് വെളുത്ത വസ്ത്രം, പയറുവർഗ്ഗങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ഉചിതമാണ്. ബുധൻ, ശനി ദിവസങ്ങളിൽ വിശക്കുന്നവർക്ക് അന്നദാനം നടത്തുന്നതും പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും ദോഷപരിഹാരമായി കണക്കാക്കപ്പെടുന്നു. പ്രതികൂല നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ ആയില്യം, പൂരം, അത്തം, അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ പുണർദം നക്ഷത്രക്കാർക്ക് പൊതുവെ പ്രതികൂലമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഈ നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ പുണർദം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും സന്തോഷവും സമൃദ്ധിയും നേടാനും സാധിക്കുമെന്നാണ് വിശ്വാസം. 2026 ഫെബ്രുവരി മാസം പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യനിർഭരമായ ഒന്നായിരിക്കും. സാമ്പത്തിക ഭദ്രതയും തൊഴിൽ പുരോഗതിയും കുടുംബ സമാധാനവും ഒരുപോലെ അനുഭവിക്കാൻ സാധിക്കുന്ന ഈ കാലയളവ് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈശ്വരവിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു കാലഘട്ടമായി മാറും.